രണ്ടുപേർ ചേർന്നൊരു പുസ്തകം എഴുതുന്നത് നമുക്ക് പരിചിതമാണ്. എന്നാൽ രണ്ടിലേറെ പേർ ചേർന്നൊരു പുസ്തകം, അതും ഒരു നോവൽ എഴുതുന്നത് അപൂർവത തന്നെയാണ്. ഒരു പക്ഷേ ആദ്യത്തേത് തന്നെയാകാം. അത്തരമൊരു നോവൽ സംരംഭമാണ് പുഴമീനുകളെ കൊല്ലുന്ന വിധം. ബെന്യാമിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യുവ എഴുത്തുകാർ DC ബുക്സിൻ്റെ കാർമ്മികത്വത്തിൽ ചേർന്ന് എഴുതിയ നോവൽ. അതൊരു കുറ്റാന്വേഷണ നോവലാണെന്നത് അത്ഭുതത്തിനാഴം കൂട്ടുന്നു. ലോക്ക്ഡൗൺ കാലത്ത് സംഘടിപ്പിക്കപ്പെട്ട കഥയമ്മ എന്ന നോവൽ ക്യാമ്പിൽ നിന്ന് രൂപപ്പെട്ട ആശയം ബെന്യാമിൻ്റെ കൂടെ മുൻകൈയിലാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. വർത്തമാനകാല സാഹിത്യകാരന്മാരിൽ പ്രമേയങ്ങളിലും ശൈലിയിലും ഭാഷയിലുമെല്ലാം നിരന്തരം അഴിച്ചുപണികളും പുതുക്കലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ബെന്യാമിൻ പുതിയ കാലത്തെ എഴുത്തുകാരെ കൂടെ ഉൾക്കൊണ്ട് പുതിയ രീതികൾ പരീക്ഷിക്കാൻ തയ്യാറാവുന്നു എന്നത് അദ്ദേഹത്തോടുള്ള ഇഷ്ടം. ആദ്യത്തെ അധ്യായവും അവസാനത്തെ 2 അധ്യായങ്ങളും കൊണ്ട് നോവലിൻ്റെ തുടക്കവും ഒടുക്കവും ബെന്യാമിൻ നിർവഹിച്ച നോവലിൽ ഇടയിലുള്ള 12 അധ്യായങ്ങൾ പൂരിപ്പിക്കുന്നത് 12 നവ എഴുത്തുകാരാണ്. അതിൽ 2 പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ നോവൽ വായിച്ച് അത് പൂരിപ്പിച്ചവരാണ്. കിങ് ജോൺസ്, ആൻസി മോഹൻ മാത്യു, അഞ്ജു സജിത്, അമൽ സുരേന്ദ്രൻ, വിഷ്ണു വിദേവ്, ജിതേഷ് ആസാദ്, അനു പി ഇടവ, കാർത്തിക മോഹൻ, നിസാർ മൊയ്തീൻ പുതുവന, ശില്പ നിരവൽപ്പുഴ, TV രാഹുൽ രാജ്, ശ്രീലാൽ എന്നീ യുവനവ എഴുത്തുകാർ നോവലിൻ്റെ ആദ്യാന്തത്തിനിടയിൽ കയറിയവർ. നോവലിലേക്ക് വരുമ്പോൾ അതിസാധാരണമെന്ന് തോന്നിക്കുന്ന സ്വാഭാവികമായൊരു മരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതായും ഇടപെടേണ്ടതായും വരുന്ന സ്ഥലം വില്ലേജ് ഓഫീസറായ ജയേന്ദ്രനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. സാധാരണമെന്ന് കരുതിയ ചിറ്റപ്പരെന്നെല്ലാവരും വിളിക്കുന്ന ഭാസ്കരപിള്ളയുടെ മരണത്തിന് ശേഷം അതിവിചിത്രമായ ഗതിവിധികളിലൂടെയും കുഞ്ഞമ്മയും എസ്തേറും ബിജോയും ഡോക്ടർ കോഷിയും ലാസറും മാർത്തയും പുഷ്പൻ എന്ന പോലീസുകാരനുമൊക്കെ കഥയിലേക്ക് കടന്നു വരികയും തങ്ങളുടെ കസേര വലിച്ചിട്ടിരിക്കുകയും ചെയ്യും. കുറ്റാന്വേഷണ നോവലുകളുടെ പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഗോത്തിക് ഫിക്ഷന്റെ കൂടെ സാധ്യതകൾ ഉപയോഗിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ മരിക്കാതെ അടക്കം ചെയ്യപ്പെടുന്ന അവസ്ഥയുടെ ഭീകരാനുഭവങ്ങൾ മുമ്പ് ഭീതികഥകളുടെ തമ്പുരാൻ എഡ്ഗാർ അലൻ പോ എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ ചിലത് നോവലിൽ കാണാം. സാമ്പ്രദായിക വഴികളിലൂടെ പോകാത്തത് കൊണ്ട് തന്നെ അവസാനം രഹസ്യം മനസ്സിലാക്കാൻ ഒരു കഥ പറച്ചിലുകാരൻ്റെ ആവശ്യം വരുന്നുണ്ട്. അയാളിലൂടെയാണ് പ്രണയത്തിൻ്റെയും പകയുടെയും പ്രതികാരങ്ങളുടെയും വഴികൾ തെളിയുന്നത്. അവസാന അധ്യായമുള്ള പേജുകൾ ഒന്നൊട്ടിച്ച് അത് കീറി വായനക്കാരനോട് സ്വയം രഹസ്യം കണ്ടെത്താനാണ് DC ബുക്സ് പറയുന്നതെന്നൊഴിച്ചാൽ കുറ്റാന്വേഷണത്തിൽ വായനക്കാരന് വലിയ റോളില്ല. കുരുക്കുകൾ ഓരോന്നായി അഴിച്ചു പോകുന്നതിന് പകരം മുഴുവൻ കഥയും പറയാൻ, കഥകളും അതിനൊപ്പിച്ച് തെളിവുകളും ഉണ്ടാക്കാൻ സമർത്ഥനായ പോലീസുകാരുള്ള ഒരുവനെ ആ പണി ഏൽപ്പിച്ചു എന്നത് ഒരു പോരായ്മയായി തോന്നി. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ കുറ്റാന്വേഷണത്തിൻ്റെ സ്ഥിരം വഴികളിൽ നിന്ന് മാറി ഭീതികഥകളുടെ അന്തരീക്ഷം കൂടി ഉൾപ്പെടുത്തിയത് നോവൽ വായനയെ വ്യത്യസ്തമായ അനുഭവമാക്കുന്നു. 12 എഴുത്തുകാർ ചേർന്ന് എഴുതിയതാണെങ്കിലും ശൈലിയിലും ഭാഷയിലുമൊന്നും എടുത്തു പറയത്തക്ക വ്യത്യാസം അറിയാൻ കഴിയുന്നില്ല. DC എഡിറ്റോറിയൽ ബോർഡിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് എഴുത്തുകൾ നടന്നതെന്ന് ആമുഖത്തിൽ പറയുന്നത് പോലെ ആ മേൽനോട്ടം എഴുത്തിൻ്റെ സ്വാഭാവികതയെ ഒരുപക്ഷെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. ഈ നോവൽ സംരംഭത്തിൻ്റെ ഒരു പോരായ്മയായി തോന്നുന്നതും അതാണ്. പുതിയ എഴുത്തുകാരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതും അവസരം കൊടുക്കുന്നതും അഭിനന്ദനീയമാണെങ്കിലും ഇത്തരത്തിൽ ഒന്നിൻ്റെ പ്രശ്നം അത് എഴുത്തുകാരുടെ തനത് വഴികളെ അടച്ചു കളയുന്നത്, ഏകദാനമായ ഒരു ശൈലിയിലേക്ക് അവരെ പരുവപ്പെടുത്തുന്നതും എന്നാണെന്ന് തോന്നുന്നു. അതിലും നന്നാവുക ഒരാശയം മാത്രം നൽകുകയും അതിനെ അടിസ്ഥാനമാക്കിയുള്ള രചനകൾ പ്രസിദ്ധീകരിക്കുകയുമാണ്. അങ്ങനെയാകുമ്പോൾ തങ്ങളുടെ സർഗശേഷിയെ സ്വതന്ത്രമായി കെട്ടഴിച്ചു വിടാൻ അവർക്ക് സാധിക്കും. ബെന്യാമിനും പുതിയ എഴുത്തുകാർക്കും DCക്കും ഭാവവും.